ഹായ് ഗേസ്, ഇന്നത്തെ വീഡിയോയുമായി ഒരു കൺസ്ട്രക്ഷൻ സൈറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോയാണ്. നമ്മൾ ക്വാളിറ്റി മനസ്സിലാക്കുക, അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന റൂഫുകൾ, കോൺക്രീറ്റ് വാൾസ്, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഏകദേശം ഒരു 6 വണ്ടിയുണ്ട്, അതായത് 49 ക്യൂബിക് സെൻറ്റിമീറ്റർ കോൺക്രീറ്റ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 6 വണ്ടികളിൽ നിന്ന് 6 ക്യൂബ്സ് കളക്ട് ചെയ്യും. അതിൽ നമ്മൾ ഈ കോൺക്രീറ്റ് വീഴുന്നില്ലേ, ഈ വീഴുന്നതിന് മുമ്പ് തന്നെ ഓരോ വണ്ടികളിൽ നിന്നും ഓരോ കോൺക്രീറ്റ് ഓരോ ക്യൂബുകളിലാക്കും. അങ്ങനെ 6 വണ്ടി ഉണ്ടെങ്കിൽ 6 വണ്ടികളിൽ നിന്ന് 6 ക്യൂബ്സ് കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്തിരിക്കുന്നതിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ഫസ്റ്റ് വണ്ടിയുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഈ കോൺക്രീറ്റ്സ് വാങ്ങി അത് കറക്റ്റ് തന്നെ ഫില്ല് ചെയ്യണം. കറക്റ്റ് പ്രോപ്പർ വേയിൽ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്ന ക്യൂബിനകത്ത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓയിൽ തേക്കണം. തേച്ചതിന് ശേഷം വേണം കോൺക്രീറ്റ് ഫില്ല് ചെയ്യാൻ. ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഓരോ വണ്ടിയിൽ നിന്നും നേരെ കോൺക്രീറ്റ് റൂഫിൻ്റെ കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക്, സ്റ്റീൽ ബാറിലേക്ക് പോകും. അത് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ പ്രൊസീജിയറാണ് ഇത് കളക്ട് ചെയ്യുക. ഇത് കളക്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഈ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ക്യൂബ് ടെസ്റ്റ് എന്ന് പറയും, കോൺക്രീറ്റ് ക്യൂബ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ടെസ്റ്റ് നടത്തുന്നതിൻ്റെ പ്രൊസീജിയറാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഇതുപോലെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യും. ടോപ്പ് ലെയർ നല്ല രീതിയിൽ കോൺക്രീറ്റ് വെച്ച് ഫിനിഷ് ചെയ്യും. അങ്ങനെ ഓരോ ലേയേഴ്സും ഫുൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഓരോ ക്യൂബുകളും മാറ്റുന്നത്. ഇതിന് ശേഷം ബോട്ടം ലെയർ ഫുള്ള് ഫിനിഷ് ചെയ്ത് അതിന് ശേഷമാണ് ഓരോ ക്യൂബുകളും മാറ്റി വെക്കുന്നത്. എല്ലാ ക്യൂബും ഒരേ ഇതിൽ തന്നെ, ഒരേ ലെങ്ത്ത്, മീൻസ് ക്യാവിറ്റി എല്ലാം ഒരേ ക്യൂബ്സ് എല്ലാം സെയിം ലെങ്ത് സൈസാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിറയ്ക്കുക. അതാണ് മെയിൻ പോയിന്റ് ഓഫ് വ്യൂ. അതിനുശേഷം ഇതിപ്പോൾ നിറയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് നല്ല രീതിയിൽ പാളി കുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ ഇതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഈ ക്യൂബ്സ് എല്ലാം എടുത്തിട്ട് വെള്ളത്തിലിട്ട് 28 ദിവസം വെള്ളത്തിൽ കിടക്കണം ഈ ക്യൂബ്. അതിനുശേഷമാണ് നമ്മൾ ടെസ്റ്റിന് അയക്കുന്നത്. എൻഷുർ ദി ക്വാളിറ്റി, പിന്നെ സ്ട്രെങ്തൻസ്, നമ്മൾ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റിൻ്റെ നിലവാരം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ ടെസ്റ്റ് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. Thank you for subscribe, like.